നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തിങ്കളാഴ്ച, ഇന്ന് ഒരു നാരായണീയം ക്ലാസ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മളുടെ പ്രാർത്ഥന നമ്മൾ ചൊല്ലി, വിഷ്ണു സഹസ്രനാമം ചൊല്ലി, നാരായണീയ വന്ദനം കീർത്തനമായിട്ടതും ചൊല്ലി ഇന്ന് മുതൽ ദശകങ്ങളിലേക്ക്, ശ്ലോകങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം എത്ര ശ്ലോകം പറ്റും എന്നെനിക്കറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഓരോ ശ്ലോകവും എൻ്റെ മുൻപിൽ ഒരുപാട് പേര് വിദ്യാർത്ഥികളായിട്ട് ഇത് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഒരാളായാലും 10 ആളായാലും 100 ആളായാലും ആയിരക്കണക്കിന് ആളുകളായാലും എനിക്ക് ഒരുപോലെ തന്നെയാണ്. എല്ലാം വിദ്യ അർത്ഥിച്ചിരിക്കുന്നവരാണ്. നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് ജ്ഞാനമുള്ളവരാണ്. എന്നിരുന്നാലും ഞാൻ ഈ പറയുന്നത് കൂടി ഒന്ന് കേട്ടു എന്ന് കരുതി കൂടുതലായിട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ അറിവ് ഒന്നുകൂടി സ്ഥിരമായിട്ട് ഉറപ്പിച്ച് വയ്ക്കാനായിട്ട് സഹായിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ശ്ലോകത്തിലേക്ക് പോവുകയാണ്. മേപ്പത്തൂർ ഭട്ടതിരി പാട് രചിച്ച ശ്രീമദ് നാരായണീയ എന്ന ആ പുണ്യ കാവ്യം നമ്മൾ ഇന്ന് ആരംഭിക്കുക. ഈ യജ്ഞം വളരെ സുദീർഘമായ വിധത്തിൽ പൂർത്തിയാക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ ശ്ലോകം. ഈ ദശകം, ഒന്നാമത്തെ ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം. ഈ ദശകത്തിൽ ഭഗവാന്റെ സ്വരൂപവും മഹാത്മ്യവുമാണ് പറയുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ കലിയുഗത്തിൽ ജനിച്ച നമ്മൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ വിരാജിക്കുന്ന ഭഗവാനെ കാണാൻ സാധിക്കുന്നത് സാമാന്യമായ ഒരു ഭാഗ്യമായി തന്നെയാണ് കരുതേണ്ടത്. ആ ഭഗവാന്റെ ഒരു സ്വരൂപത്തെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി പറയുന്നു. ഞാൻ ഈ ശ്ലോകം ഒന്ന് വായിക്കാം. നിങ്ങൾ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു നാരായണീയ പുസ്തകം കൂടി കരുതി വയ്ക്കുന്നത് നല്ലതാണ്. ഇതിലെ പദങ്ങൾ ഞാൻ പറയുന്നതോടൊപ്പം ഇത് എഴുതി കൂടി കാണിക്കുന്ന ഒരു സൂത്രവിദ്യ ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കാനിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകും. എന്നിരുന്നാലും നമ്മുടെ സ്വന്തം പുസ്തകത്തിൽ നമ്മൾ നോക്കിയിരിക്കുന്നതാണ് കൂടുതൽ യുക്തം. ഇത് സ്രഗ്നര എന്ന് പറയുന്നൊരു വൃത്തത്തിൽ എഴുതിയിട്ടുള്ള ഒരു ദശകമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമോക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവ ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഇതിൽ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറയുന്ന ഇടമുറിയാതെ നല്ല കനത്തിൽ ആനന്ദവും ജ്ഞാനവുമാകുന്ന സ്വരൂപത്തോട്, ആ രൂപം കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകും. അങ്ങനെ വളരെ യുക്തമായൊരു രൂപത്തിൽ അനുപമിതം, അതായത് ഉപമിക്കാൻ പറ്റാത്ത, അതായത് ഇതിനോട് അതുപോലെയാണ് ഇത് എന്ന് പറയുന്നതാണ് ഉപമ. ഇത് അനുപമമാണ്. ഭഗവാന്റെ ആ വിഗ്രഹത്തോട്, ഗുരുവായൂർ ശ്രീകോവിലിനകത്തുള്ള വിഗ്രഹത്തോട് ഉപമിക്കാവുന്ന മറ്റൊന്നില്ല. അനുപമമായ ആ വിഗ്രഹത്തോട് കാലദേശാവധിഭ്യാം നിർമുക്തം, കാലങ്ങളിങ്ങനെ കഴിഞ്ഞ അവധിയിൽ നിന്നും, ദേശത്തിൻ്റെ അവധിയിൽ നിന്നുമൊക്കെ തീരെ വേർപെട്ടത്. എത്ര കാലമായാലും ആ കാലപ്പഴക്കമില്ല. അതുപോലെ തന്നെയാണ് ദേശം. ഗുരുവായൂർ എന്നുള്ള ദോഷം ഏത് ദിക്കിൽ നിന്നുള്ളവർക്കും അതൊക്കെ എത്ര ദൂരെ നിന്നായാലും വളരെ അടുത്തതുപോലെ തോന്നും. ഗുരുവായൂരപ്പാ നമ്മൾ പറയണം കേട്ടോ. അതുപോലെ നിത്യമോക്തം,
ദുഃഖാദികളും സുഖദുഃഖങ്ങളും ഒന്നും ഇല്ലാത്ത, മായാബന്ധങ്ങളൊന്നും ഒട്ടും ഇല്ലാത്ത, അതാണ് മായാബന്ധം. സുഖം എന്താ ദുഃഖം എന്താ എന്നൊക്കെ തിരിച്ചൊന്നും അറിയാൻ പറ്റാത്ത നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം, അനേകം ശ്രുതിവാക്യങ്ങളാൽ ഇങ്ങനെ ഈ മായാബന്ധത്തെപ്പറ്റി വാക്യങ്ങൾ നിശേഷം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഗുരുവായൂരപ്പൻ്റെ ആ ബന്ധം നിശേഷം എന്ന് വെച്ചാൽ തികച്ച് വ്യക്തമാക്കപ്പെടുന്ന ഒന്നാണ് ഈ ഗുരുവായൂരപ്പൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത്. ദൃഷ്ടമാത്രേ പുന, ഒരു പ്രാവശ്യം നമ്മളങ്ങോട്ട് കണ്ടു, പക്ഷേ അതുകൊണ്ട് ഒന്നും ആവുന്നില്ല. പുരുഷാർത്ഥാത്മകം, അതൊരു വലിയ പുരുഷാർത്ഥം ആകുന്നതുമായിട്ടുള്ള തത് ബ്രഹ്മതത്വം, പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു ഗുരുഭവനപുരേ, ഇതെല്ലാം തികഞ്ഞിട്ടുള്ള ആ ഒരു വിഗ്രഹത്തെ ഗുരുഭവനപുരത്തിൽ ഗുരുവായൂരിൽ സാക്ഷാത് ഭാതി, അവിടെ അങ്ങനെ വിളങ്ങുന്നുണ്ട്. നമ്മുടെ ഒരു ഭാഗ്യം തന്നെ അത്. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം തന്നെ മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ ശ്രീഹരിയം എന്ന് പറയുന്നൊരു പുസ്തകം, ഒരു മേശാന്തിയായി ഗുരുവായൂർ 2 പ്രാവശ്യം സുസ്ഥിരമായ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ശ്രീഹരി തിരുമേനി, ശ്രീ മൂക്കന്നൂർ ശ്രീഹരി എന്ന് പറയുന്നൊരു തിരുമേനി എഴുതിയിട്ടുണ്ട്. ആ മലയാളത്തിലുള്ള അദ്ദേഹം അത് നദോന്നത വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ വഞ്ചിപ്പാട്ട് രീതി, വഞ്ചിപ്പാട്ടിൻ്റെ ഒരു രീതി 2 വരിയെങ്കിലും തോന്നാത്തവരായിട്ട് മലയാളികളുണ്ടാവുമോ? രാമപുരത്ത് വാര്യർ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രൂപത്തിലാണ് എഴുതിയത്. അതിലുള്ള 2 വരികളെങ്കിലും തോന്നാത്തവർ ഉണ്ടാവില്ലല്ലോ. ഓർത്തു നോക്കൂ നമുക്ക്. ഇത് ആഴിപകളുമോരുമിച്ചൊരു കട്ടിന്മേലം നേരം 7-ാം മാളിക മുകളിലിരുന്നരുളും എന്ന് നമ്മൾ കുചേലവൃത്തത്തിൽ രാമപുരത്ത് വാര്യർ എഴുതിയ കൃതിയിൽ വായിച്ചിട്ടുണ്ട്. അത് നദോന്നത വൃത്തം. അതേ നദോന്നത വൃത്തത്തിൽ ഈ ശ്ലോകത്തിൻ്റെ മലയാളത്തിലുള്ള ഒരു തർജ്ജമ, ഒരു മലയാളത്തിലേക്കുള്ളൊരു ഭാഷയിലേക്ക് മാറ്റിയിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ഈ ശ്ലോകത്തിൻ്റെ മലയാള രീതിയിലുള്ള, വഞ്ചിപ്പാട്ട് രീതിയിലുള്ള ആ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ കൂടുതൽ വ്യക്തമാകും. 2-3 പ്രാവശ്യം സംസ്കൃത ഭാഷയിലുള്ള നാരായണീയത്തിലുള്ള ശ്ലോകം വായിച്ചിട്ട് ഈ ശ്ലോകം വായിക്കണം. സാന്ദ്രാനന്ദ സ്വരൂപനായി ദേശകാലാതീതനായി അനൂപമനായി വാഴും ഗുരുവാദേശൻ. ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ സാന്ദ്രാനന്ദ സ്വരൂപനായി ദേശകാലാതീതനായി, ദേശത്തിനും കാലത്തിനും എല്ലാം അതീതനായിട്ട്, അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് അനൂപമനായി വാഴും, ആർക്കും ഉപമിക്കാൻ പറ്റാത്ത അത്രയും മഹത്വത്തോടുകൂടി അവിടെ വാഴുകയാണ് ശ്രീകോവിലിൽ. ആരെ? ഗുരുവാദേശൻ, ഗുരുവായൂരപ്പൻ അവിടെ വാഴുന്നു. ബ്രഹ്മതത്വസ്വരൂപമായി ഗുരുവായൂരിലമരും, ബ്രഹ്മതത്വസ്വരൂപമായി, ബ്രഹ്മം എന്ന് പറയുന്നതിൻ്റെ, ബ്രഹ്മതത്വത്തിൻ്റെ ഒരു വിഗ്രഹരൂപം എങ്ങനെയാണോ അതുപോലെ ഗുരുവായൂരിൽ വാഴുന്ന ദേവാദേവൻ ജനങ്ങൾ തൻ ഭാഗ്യമാണെന്നും, അവിടെ വാഴുന്ന ദേവദേവൻ ജനങ്ങളുടെ എല്ലാം, ഭക്തരുടെ എല്ലാം ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടി വായിക്കാം. സംസ്കൃതത്തിലെ ശ്ലോകം വായിക്കാം, പിന്നെ ഈ ശ്ലോകവും വായിക്കാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമസദസഹസ്രേണ നിർഭാസ്യമാനം.
അസ്പഷ്ടം ദൃഷ്ടമാത്രേ. കാണുമ്പോൾ നമുക്ക് സ്പഷ്ടമായിട്ട് ഒന്നും നോക്കുമ്പോൾ കാണാനേ ഇല്ല. ആദ്യത്തെ ശ്ലോകത്തിൽ ഭക്തകവി ശ്രീകോവിലിലേക്ക് നോക്കുമ്പോൾ ഒന്നും തന്നെ സ്പഷ്ടമായി കാണുന്നില്ല. വിഗ്രഹത്തെ അദ്ദേഹത്തിന് സ്പഷ്ടമായി കാണാനേ പറ്റുന്നില്ല. അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ കന്ദ ഭാഗ്യം ജനാനാം. അവിടെ ഗുരുവായൂരപ്പൻ വന്നു. അതിൻ്റെ മലയാള പരിഭാഷ: സാന്ദ്രാനന്ദ സ്വരൂപനായി ദേശകാലാതീതനായി അനൂപമനായി വാഴും ഗുരുവാദേശൻ ബ്രഹ്മതത്വസ്വരൂപമായി ഗുരുവായൂരിലമരും ദേവാദേവൻ ജനങ്ങൾ തൻ ഭാഗ്യമാണെന്നും. ഇപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഏകദേശം നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ഭാഗവതത്തിൽ പറയുന്ന ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ഒരു സാരം കൂടി ഈ ഒന്നാമത്തെ ശ്ലോകത്തിലുണ്ട് കേട്ടോ. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ശ്ലോകം: ഏവം ദുർലഭ്യവസ്തുന്നഭിസുലഭതയാ സ്ഥലബ്ധേയധന്യ തന്വാവാചാധിയാവ ഭജതി ബദ ജനക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാഭഗത്यै ദശേഷാത്മാനമേനം ഗുരുപവനപുരാധീശ മേവാശ്രയാമാ. ഈ ശ്ലോകം എങ്ങനെ അന്വയിക്കുന്നത്? അതായത് പദങ്ങൾ മുറിച്ച് അർത്ഥത്തിന് പാകമായ വിധത്തിൽ അടുക്കി അടുക്കി വയ്ക്കുന്നതിനെയാണ് അന്വയിക്കുക എന്ന് പറയുക. അന്വയിക്കുന്നത് ആദ്യം ദുർലഭ വസ്തുനി അപി, അതായത് ദുർലഭമായ ഒരു വസ്തുവാണെങ്കിലും ഈ ഭഗവാനെ ദർശിക്കുക എന്നുള്ളത് വളരെ ദുർലഭമാണ്, അസാമാന്യ ഭാഗ്യമാണ്. എല്ലാവർക്കും എപ്പോഴും ഓടി അങ്ങോട്ട് ചെന്നാൽ കിട്ടണ ഒന്നല്ല, ദുർലഭമായ ഒരു വസ്തുവാണ്. ഏവം സുലഭതയാ ഹസ്തലബ്ധേ, ഇവിടെ നമുക്കിങ്ങനെ ചെല്ലുമ്പോൾ തന്നെ കാണാവുന്ന വിധത്തിൽ ഗുരുവായൂരുണ്ട് അദ്ദേഹം. അതാണ് പറയുന്നത്. ജന അന്യത്തന്വാ വാചാദിയ വ ബദ ഭജതിയത് ഇയം. ആളുകൾ വേറെ വല്ലതിനെയൊക്കെ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കഷ്ടമേ ആശ്രയിക്കുന്നു. ഗുരുവായൂരപ്പനെ അല്ലാതെ കൊണ്ട് മറ്റ് പല കാര്യങ്ങളും വേറെ വേറെ ആശ്രയിക്കുന്നു. പണത്തിനെ ആശ്രയിക്കുന്നില്ല ഒരുപാട് പേര്. പണം നയ എല്ലാം ഈ എന്നൊരു തോന്നലുണ്ട്. കുറേ ഭൂമിയുടെ എല്ലാം കൂടെ തികഞ്ഞു എന്നൊരു തോന്നലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സ്ഫുടാക്ഷുദ്രത ഏവ, സ്പഷ്ടമായ കൊള്ളരുതായ്മ തന്നെയാണ് അങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്കിനിയിപ്പോൾ എന്താ, നല്ല പഠിത്തമായി, നല്ല കാശായി, നല്ല ഭൂമി ധാരാളം ഉണ്ട്, എനിക്ക് വണ്ടിയുണ്ട്, വള്ളമുണ്ട്, ബംഗ്ലാവുണ്ട്, കാറുണ്ട്, ഇതൊക്കെ ഉണ്ട്, എല്ലാ കൂട്ടം എനിക്കുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ മഹാകഷ്ടം എന്നേ പറയാനുള്ളൂ. സ്പഷ്ടമായൊരു കൊള്ളരുതായ്മ തന്നെയാണ്. എന്താ വേണ്ടേ? ഈ നാമാകട്ടെ ഇപ്പോൾ ഏതേ വയം തു താവത്, സ്ഥിരതര മനസ്സ, മനസ്ഥൈര്യത്തോടുകൂടി വിശ്വപീഡാപഹത്യൈ, സമസ്ത പീഡകളുടെയും അറുതിക്കായി, എല്ലാവിധ ദുഃഖങ്ങളുടെയും അറുതിക്കായിട്ട് നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവ, സർവ്വതാത്മാവായ സർവേശനായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു. എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ദുഃഖം മാറുന്നതിന് നമുക്ക് ഈ ഭഗവാന്റെ ഒരു ആശ്രയം തന്നെയാണ് വേണ്ടത്. ഈ ശ്ലോകം ഒന്ന് വായിച്ചിട്ട് പരിഭാഷ വായിക്കാം. ഏവം ദുർലഭ്യവസ്തുന്നഭി സുലഭതയാ ഹസ്തലബ്ധേയധന്യ തന്വാവാചാദീയാവ ഭജതി ബദജ്ജനക്ഷുദ്രതൈവ സ്ഫുടേയം ഏതേ താവദ്വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै ദശേഷാത്മാനമേനം ഗുരുഭവനപുരാധീശമേവാശ്രയാമ. അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, മേപ്പത്തൂർ ഭക്തകവി ഉദ്ദേശിക്കുന്നത് വാദരോഗം
വാതരോഗം കൊണ്ട് സഹിക്കാൻ വയ്യാത്ത വേദന കൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നേക്കണത്. തൻ്റെ വാതരോഗം മാറണം എന്നുള്ള ഒരു വളരെ ഉയർന്ന ഒരു ലക്ഷ്യമുണ്ട്. അത് മാത്രമല്ല ഉദ്ദേശം, തൻ്റെ കാര്യത്തിന് മാത്രമല്ല ഉദ്ദേശം എന്നുകൂടി ഈ ശ്ലോകത്തിലൊന്ന് സ്ഫുരിക്കുന്നുണ്ട്. ഇതിൻ്റെ പരിഭാഷയിൽ നമുക്കത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാകും. മലയാളം ആണെങ്കിൽ ദുർലഭമായി ലഭിച്ചൊരു, എന്താണ് ദുർലഭമായിട്ട് നമുക്ക് ലഭിച്ചത്? ഗുരുവായൂരിൻ്റെ ശ്രീകോവിലിൽ ഭഗവാനെ വിഗ്രഹം കാണാനുള്ള ആ ഭാഗ്യം, അത് വളരെ ദുർലഭമാണ്. ഇത്ര എളുപ്പത്തിലൊന്നും കിട്ടുന്ന ഒന്നല്ല. ആ ദുർലഭമായി ലഭിച്ചൊരി മാഹാത്മ്യത്തെ പുകഴ്ത്താതെ, ആ മാഹാത്മ്യത്തെ പുകഴ്ത്താതെ ഇരുന്നിട്ട്, അതിനെ പ്രശംസിക്കാതെ ഇരുന്നിട്ട്, ഭാഗ്യഹീനൻ അന്യദേവ സേവ ചെയ്യുന്നു. ഭാഗ്യമില്ലാത്തവരൊക്കെ ഗുരുവായൂരപ്പനെ പറ്റി പ്രശംസിക്കാതെ പുകഴ്ത്താതെ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കാതെ മറ്റ് പല കാര്യങ്ങളെയുമാണ് സുഖം തേടി ആശ്രയിക്കുന്നത്. അന്യദേവ സേവ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് മറ്റ് ദൈവങ്ങളെയാകാം, പണത്തെയാകാം, വസ്ത്രത്തെയാകാം, ഭൂമിയെയാകാം, കുടുംബജീവിതത്തെ, ലൗകിക ജീവിതത്തെയാകാം, എന്തുമാകാം. പക്ഷേ ഭാഗ്യഹീനരായിട്ടുള്ളവരാണ് ഗുരുവായൂരപ്പൻ്റെ പ്രശംസ നടത്താതെ, മാഹാത്മ്യം മനസ്സിലാക്കാതെ മറ്റു വഴിക്ക് പോകുന്നത്. ഭക്തരാകും ഞങ്ങളെന്നും, ഭക്തരാകും ഞങ്ങളെന്നും ആശ്രയമായി തേടിയിടുന്നു. ഭക്തരാകുന്ന ഞങ്ങൾ എന്നും ഭഗവാനെ ആശ്രയമായിട്ട് കാണുന്നത് സർവജീവനായകനാം മാരുദേശനെ, സർവലോകത്തിനും നാഥനായിട്ടുള്ള ആ മാരുദേശനെ, ആ വായുപുരാധീശനെ, ആ ഗുരുവായൂരപ്പനെ തന്നെയാണ് കേട്ടോ ഞങ്ങളൊക്കെ ആശ്രയിക്കുന്നത്. അവിടുത്തെ ഭക്തർ അങ്ങയെ മാത്രമാണ് ആശ്രയിക്കുക. അതായത് നമ്മുടെ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും രോഗപീഠകൾക്കും എന്തു ദുഃഖത്തിനും നമ്മൾ ആശ്രയിക്കേണ്ടത് ഗുരുവായൂരപ്പനെയാണ് എന്നുള്ള ഒരു സൂചന കൂടി ഈ ശ്ലോകത്തിൽ ഉണ്ട്. ദുർലഭമായി ലഭിച്ചോരി മാഹാത്മ്യത്തെ പുകഴ്ത്താതെ ഭാഗ്യഹീനർ അന്യദേവ സേവ ചെയ്യുന്നു. ഭക്തരാകും ഞങ്ങളെന്നും ആശ്രയമായി തേടിയിടുന്നു. സർവജീവ നായകനാം മാരുദേശനെ, ഭഗവാനേ ഗുരുവായൂരപ്പ, ഞങ്ങൾ അങ്ങയെ തന്നെ ആശ്രയമായിട്ട് തേടി എത്തുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഓം നമോ ഭഗവതേ വാസുദേവായ, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ, ശ്രീ ഗുരുവായൂരപ്പ ശരണം. തൃക്കളത്തൂരപ്പ ശരണം. ഇന്ന് 2 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാനും പരിഭാഷ പറഞ്ഞു തരാനുമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. നമ്മൾ തന്നെത്താനെ ഈ കാര്യത്തിൽ കുറച്ചുകൂടി സ്പീഡിലായിട്ട് വരും ഓരോ ദിവസം. ഇന്ന് 2 ശ്ലോകത്തിൽ തുടങ്ങി, അത്രയേ ഉള്ളൂ. എല്ലാവരും പുസ്തകം കയ്യിൽ വെച്ചിട്ട് ഇത് വെച്ച് കേൾക്കണം. അടുത്ത തിങ്കളാഴ്ച ഞാൻ ഇനി നാരായണീയം ക്ലാസ് തരുന്നുള്ളൂ. നാരായണീയം നമ്മൾ വായിക്കുന്നുള്ളൂ. ക്ലാസ്സെന്നോ പഠിത്തമെന്നോ ഒന്നും ആരും കരുതരുത് കേട്ടോ. നമ്മൾ ഒരുമിച്ച് വായിക്കണു നാരായണീയം, അത്രയേ ഉള്ളൂ. നാരായണീയത്തിലെ കാര്യങ്ങൾ, ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പറയുന്നു, അത്രയേ ഉള്ളൂ. ഒരു നല്ല പായസം ഉണ്ടാക്കിയാൽ കുറേശ്ശെ എല്ലാവർക്കും കൊടുക്കണില്ലേ? അതുപോലെ എൻ്റെ ഉള്ളിലുള്ള ചെറിയ കാര്യങ്ങൾ, ചെറിയ അറിവുകൾ ഞാൻ ഒന്ന് മറ്റുള്ളവർക്ക് കുറേശ്ശെ വിളമ്പി തരണം, അത്രയേ ഉള്ളൂ. എനിക്കതൊരു സുഖമാണേ, അതുകൊണ്ടാണ്. അപ്പോൾ പുസ്തകം കരുതണം. അടുത്ത 17, ഞാൻ സമയം നോക്കി 17 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം എപ്പോഴെങ്കിലും ഈ 2 ശ്ലോകങ്ങളും അതിൻ്റെ പരിഭാഷ ആയിട്ട് ഉള്ള 2 ശ്ലോകങ്ങളും കേൾക്കുകയാണെങ്കിൽ
അടുത്ത തിങ്കളാഴ്ചയാകുമ്പോഴത്തേക്കും ഈ 2 ശ്ലോകങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിൽ വയ്ക്കും. ഭഗവാന്റെ ആ കോമള വിഗ്രഹം ആ ശ്രീകോവിലിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അവ്യക്തമായിട്ട് കാണും. ഭക്തകവിക്ക് പോലും അത്രയല്ലേ പറ്റിയുള്ളൂ. നമുക്ക് അത്രയെങ്കിലും പറ്റുമോ? ആലോചിച്ച് നോക്കൂ. ശ്രമിക്കാട്ടോ. ഓം നമോ ഭഗവതി വാസുദേവായ. എല്ലാവർക്കും നന്ദി.